അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ ഈ ഒരു പരിശുദ്ധമായിട്ടുള്ള രാവിലെ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് ഉയർത്തുന്ന ഈ ഒരു ദിവസത്തിലെ നമ്മുടെ കാര്യങ്ങൾ റബ്ബ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഹൈറും ബറക്കത്തും ഉണ്ടാകാനും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പറയുന്ന ഒരു അമല് നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. ഇൻഷാ അള്ളാഹ് നമുക്കത് ഏതാണെന്ന് ഈ വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലൂടെ വേഗത്തിൽ ഒന്ന് നോക്കാം. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഞാൻ ഇത്തരത്തിൽ പുതുതായി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ആളുകൾക്ക്, അറിവുള്ള, ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഈ ഒരു അമൽ ഉപകാരപ്പെടുന്നതായിരിക്കും. കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ കൂടെ ശ്രമിക്കുക. യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെയധികം ശ്രേഷ്ഠത നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്നത്തെ ദിവസം ആരും തന്നെ പാഴാക്കി കളയാതിരിക്കുക. പടച്ച തമ്പുരാനിലേക്ക് നമ്മൾ രണ്ട് കൈയും നീട്ടി അവിടേക്ക് തിരിഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക. അള്ളാഹുവിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അർപ്പിക്കുക. ഒരിക്കലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നഷ്ടപ്പെടുന്ന രീതിയിലാകരുത്. ഇന്നത്തെ ഈ ഒരു ദിവസം കഴിഞ്ഞു പോയിട്ട് റബ്ബേ ഞാൻ ഇന്നലെ അത് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ഖേദം നമ്മിലേക്ക് വരാതിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് 3 യാസീൻ ഓതേണ്ട കാര്യം എല്ലാവർക്കും അറിയുന്നതല്ലേ. അത് നല്ല രീതിയിൽ മനസാന്നിധ്യത്തോടു കൂടെ എല്ലാവരും ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ഒരു അമല് കൂടെ നിങ്ങൾ ഈ ഒരു ദിവസത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ആരൊക്കെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകും, ആരൊക്കെ നമ്മളിലേക്ക് പുതുതായി ജനിച്ചു വരും, ആ ഒരു ജനന മരണ കണക്കുകളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കണക്കുകളും നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല നൽകും എന്നുള്ളതും നമുക്ക് എത്രത്തോളം മുസീബത്തുകൾ റബ്ബ് സുബ്ഹാനഹു തആല നൽകുന്നുണ്ട് എന്നുള്ളതൊക്കെ നിശ്ചയിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ മനസ്സുരുകി മനം നിറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് റബ്ബിനോട് പറയാം. കാരണം ഇജാബത്ത് അത്രയുമുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് കടമുള്ള ആളുകളെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാകും. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാകും. അവരൊക്കെ തീർച്ചയായിട്ടും ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു അമലിനെ ചെയ്ത് നോക്കിക്കോളിയും. കാരണം ഫലം ഇൻഷാ അള്ളാഹ് റബ്ബിൻ്റെ അടുത്ത് നിന്ന് ഇജാബത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. കാരണം റബ്ബ് സുബ്ഹാനഹു തആല ഇജാബത്ത് നൽകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാത്രി കൂടിയാണ്. എന്താ പറയുക, ഖബർ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് അവരുടെ ശിക്ഷയെ വരെ മാറ്റി കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ഒരു രാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ശ്രേഷ്ഠത നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇന്നത്തെ ഈ ശ്രേഷ്ഠമായിട്ടുള്ള രാവിലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമലുകളെ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അമലുകൾ നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു അമലും നമുക്ക് നോക്കാം ഇൻഷാ അള്ളാഹ്. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ്. ബറാഅത്ത് രാവിലെ 70 വട്ടം ഓതാനുള്ളൊരു ദുആയാണിത്. അതേപോലെ തന്നെ ബറാഅത്ത് രാവിലെ 100 വട്ടം ഓതാനുള്ളതാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നുള്ളത്. അതേപോലെ തന്നെ ദാരിദ്ര്യം, ഈ ഒരു ബറാഅത്ത് രാവിൻ്റെ അന്ന് നമ്മൾ ഈ ഒരു ദുആ ഓതിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു വർഷം നമ്മളിലേക്ക് ദാരിദ്ര്യം എത്തുകയില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ദുആ കൂടെയുണ്ട്. ഈ ദുആ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്ത് വെക്കാട്ടെ. അല്ലാഹുമ്മ ഹബലന ഖൽബൻ തഖിയൻ നഖിയം മിനശ്ശിർക്കി ബരിയൻ ലാ കാഫിറൻ വലാ ശഖിയുൻ അല്ലാഹുമ്മ അഹിയന ഹയവാതൻ സുഅദാഇ വ അമിത്ന മൗത ശുഹദാഇ വഹ്ശുർന ഫീ സുംറതി അൽ അംബിയാഇ വൽ അസ്ഫിയാഇ അല്ലാഹുമ്മ ഇൻ കുന്ത കതബത ഇസ്മി ഫീ ദിവാനി സുഅദാഇ ഫലകൽ ഹംദു വലക ശുക്റു വ ഇൻ കുന്ത കതബത ഇസ്മി ഫീ ദിവാനി അൽ അഷ്ഫഖിയാഇ ഫംഹു അന്നി ഇസ്മു ശഖാവതി വസ്ബിത്നി ഫീ ദിവാനി السعداء فإنك قلت وقولك الحق يمحو الله ما يشاء ويثبت وعنده أم الكتاب يا ذا الجلال والإكرام ظهر الأجيئين وجار المستجيرين
വ അമാനൽ ഖായിഫീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അള്ളാഹുവെ, പരാജിതരല്ലാത്ത, കാഫിറല്ലാത്ത, ഷിർക്കിൽ നിന്ന് മോചിതമായ, മാലിന്യത്തിൽ നിന്ന് ശുദ്ധമായ, തഖ്വയുള്ള കൽബ്, ഹൃദയം ഞങ്ങൾക്ക് നീ ദാനമായി നൽകണമേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ വിജയികളുടെ ജീവിതവും ശുഹദാക്കളുടെ മരണവും നൽകുകയും അമ്പിയാക്കളുടെയും മഹാന്മാരുടെയും സംഘത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. അള്ളാഹുവെ, എൻ്റെ പേര് നീ വിജയികളുടെ ഏടുകളിലാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിനക്കാണ് എല്ലാ നന്ദിയും സ്തുതികളും. നിനക്ക് നന്ദി, നിനക്ക് സ്തുതി. ഇനി അതല്ല, എൻ്റെ നാമം പരാജിതരുടെ ഏടുകളിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ എന്നെ തൊട്ട് നീ അത് മായ്ച്ചു കളയണമേ. അങ്ങനെ വിജയികളിൽ സ്ഥിരപ്പെടുകയും ചെയ്യണമേ. നിശ്ചയം നിന്റെ വാക്കുണ്ട്, നിന്റെ വാക്കുകൾ ഹക്കുമാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ മായ്ച്ചു കളയുകയും ഉദ്ദേശിച്ചത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ പക്കലാണ് മൂലഗ്രന്ഥമുള്ളത്. അഭയം തേടുന്നവരെ സഹായിക്കുന്ന അള്ളാഹുവെ, സഹായം തേടുന്നവർക്ക് സഹായം നൽകുന്ന അള്ളാഹുവെ, ഭയന്നവർക്ക് സംരക്ഷണം നൽകുന്ന അള്ളാഹുവെ. ഇതാണ് ഈ മഹത്തായിട്ടുള്ള ഈ ഒരു ദുആയുടെ അർത്ഥമായിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ദുആയെ നമ്മൾ കഴിയുമെങ്കിൽ ഇന്നത്തെ ഈ ഒരു രാവിലെ 3 തവണ നമ്മൾ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ ഒരു പരിശുദ്ധമായിട്ടുള്ള ബറാഅത്ത് രാവിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ മഹത്തായിട്ടുള്ള ദുആയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ എടുത്തു മാറ്റുകയും സമ്പത്തിൽ അഭിവൃദ്ധി നൽകുകയും ചെയ്യും. എല്ലാവരും ഈ ഒരു അമലിനെ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും വിനീതമായി ഉൾപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിയുമെങ്കിൽ 3 തവണയെങ്കിലും, ഇനി 3 തവണ നിങ്ങൾക്ക് ഇത് ഓതാൻ പറ്റിയിട്ടില്ലെങ്കിൽ 1 തവണയെങ്കിലും ഓതാം. കഴിയുമെങ്കിൽ 11 തവണ നിങ്ങൾ ഈ ഒരു ദുആയെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. 3 തവണയോ 11 തവണയോ 1 തവണയെങ്കിലും ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.